അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസ്ഥാന മാർഗത്തിലെ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ രണ്ട് ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ രണ്ടാളുകൾ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിൽ ഒരു വ്യക്തി ആ വർഷം തന്നെ ദീനിനു വേണ്ടി ഷഹീദാവുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം സാധാരണ മരണം വരിക്കുക. പിന്നീട് തുൽഹ റളിയല്ലാഹു അൻഹു ഇവരെ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കാണുമ്പോൾ അതിൽ ഷഹീദായ വ്യക്തി രണ്ടാമതും സാധാരണ മരണം വരിച്ച വ്യക്തി ഒന്നാമതും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതെന്താണെന്നുള്ളത്. പ്രവാചകം അദ്ദേഹത്തോട് പറയുന്നത്, ആ ഒരു വർഷം ജീവിച്ച വ്യക്തിക്ക് ഒരു റമളാൻ കൂടി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സഹോദരൻ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നമുക്ക് ഒരു റമളാൻ കൂടി ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഇസ്ലാം റമളാൻ മാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഹദീസ് മാത്രമല്ല, നമുക്ക് ധാരാളം അതിനെക്കുറിച്ച് ഇനി നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റമളാനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് അതിൽ 1000 വർഷങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും നമ്മളിപ്പോൾ ഈ ഒരു റമളാനിൽ നമ്മൾ 6 ദിവസത്തോളം ഇപ്പോൾ നമ്മൾ ഈ ഒരു റമളാനിൽ കഴിച്ചു കൂട്ടി. എത്രയാണ് നമുക്ക് ഈ റമളാനിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്ത് നൽകിയിട്ടുണ്ടോ? ഇനി എത്ര മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്തയോട് കൂടി തന്നെ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. അതിനൊത്ത് തന്നെ വേണം നമ്മൾ പശ്ചാത്തപിക്കാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ. പരമാവധി നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ വാരിക്കൂട്ടുകയും നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു പറഞ്ഞ പോലെ തൗബത്തുൻ നസൂഹയാവണം നമ്മുടെ തൗബകളൊക്കെ. ആത്മാർത്ഥമായ തൗബയാവണം നമ്മൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു റമളാൻ കഴിയുമ്പോഴേക്ക്, ഈ റമളാൻ റമളാൻ കഴിഞ്ഞ് അടുത്ത ശവ്വാലിലേക്ക് ഇറങ്ങാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ജനിച്ച് വീണ കുഞ്ഞിനെ പോലെ തെറ്റുകളൊന്നുമില്ലാതെ അടുത്ത ശവ്വാൽ മാസത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മാറാൻ കഴിയുന്ന, അത്തരത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാക്കിക്കൊണ്ട് നമ്മെ എവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു റമളാന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا دعاءنا وصيامنا وصلاتنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.